പണ്ട് എസ് രാജമൗലി മലയാള സിനിമയെ പറ്റി പറഞ്ഞൊരു വാക്കുണ്ട്, മലയാള ഫിലിം ഇൻഡസ്ട്രി പുകഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന്. എപ്പോൾ വേണമെങ്കിലും കത്തിപ്പടരാം. ഇന്ന് എമ്പുരാന്റെ ടീസർ കണ്ട സമയത്ത് ആദ്യം ഓർത്ത ഈ വാക്കുകളാണ്. ഇന്ന് ആ പുകഞ്ഞ കനലുകളെല്ലാം കത്തിപ്പടർന്ന് കാട്ടുതീയായിരിക്കുകയാണ്. അതെ, ഒരു കാട്ടുതീ. ഡിയർ മോഹൻലാൽ ഫാൻസ്, ടൈമായി. പതുങ്ങിയതിൻ്റെയും പതറിയതിൻ്റെയും 16 മടങ്ങ് ഒരുമിച്ച് തന്നിരിക്കും. മോഹൻലാൽ എന്ന ബ്രാൻഡ് പൃഥ്വിരാജ് ഒരിക്കൽ കൂടി റീബ്രാൻഡ് ചെയ്യുകയാണ്, റീഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. നമ്മൾ എപ്പോഴും പറയില്ലേ ഒരു തീപ്പടമെന്ന്, ശരിക്കും സംഭവിക്കാൻ പോവുകയാണ് ആ തീപ്പടം. ഇന്നലെ 7:07 എന്ന സമയത്ത് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ചത്ത് കിടന്നിരുന്ന ഒരു ഡൈഹാർഡ് മോഹൻലാൽ ഫാൻ ആത്മവിശ്വാസം കൊണ്ടും അഭിമാനം കൊണ്ടും രോമാഞ്ചം കയറി സടകുടഞ്ഞ് എണീക്കുകയുണ്ടായി. KGF 2, സലാർ എന്നീ സിനിമകളിലെ ട്രെയിലർ കണ്ട പോലെ നല്ല ക്വാളിറ്റിയുള്ള ഒരു ഫിലിം മേക്കിംഗ്, സിനിമാറ്റോഗ്രഫി ഇതെല്ലാം ഒന്നിച്ചു ചേർന്ന് എമ്പുരാൻ വരികയാണ്. രാജുവിൻ്റെ ഇത്ര നാളത്തെ എക്സ്പീരിയൻസും KGF, സലാർ പോലുള്ള മറ്റു സിനിമകളിൽ നിന്നുള്ള ഇമ്പാക്റ്റും കൂടി ചേർന്ന് മലയാളികൾക്ക് ഒരു ഫാൻ മെയ്ഡ് മോഹൻലാൽ ഫിലിം ഒരുക്കുകയാണ് എമ്പുരാൻ. എങ്ങനെ നോക്കിയാലും ടോപ്പ് നോച്ച് ക്വാളിറ്റി ഉള്ള ഒരു സിനിമയായിരിക്കും എമ്പുരാൻ. ഒരു മലയാളി എന്ന നിലയിലും സിനിമാ മോഹി എന്ന നിലയിലും അഭിമാനത്തോടെ പറയാം, ഇതാണടാ മലയാള സിനിമ. ബഡ്ജറ്റ് എത്രയായാലും ഒരു കുഞ്ഞു സിനിമ എന്ന് പറയാനുള്ള പൃഥ്വിരാജിൻ്റെ ആ വലിയ മനസ്സും തൻ്റെ കുഞ്ഞു സിനിമയെ യാതൊരു തരത്തിലുള്ള കോംപ്രമൈസും ക്വാളിറ്റി കുറവും വരുത്താതെ ഒരു പക്ക ഫാൻ മെയ്ഡ് മൂവി ആയിരിക്കും എമ്പുരാൻ. അധികം നീട്ടമുള്ള ഇന്നലെ ഇറങ്ങിയ ടീസർ കണ്ടു, ശരിക്കും ഞെട്ടി എന്ന് വെച്ചാൽ ഞെട്ടി. ഹോളിവുഡ് ലെവൽ മേക്കിംഗ്. ഞാൻ കണ്ട വെർഷൻ തന്നെയാണോ പൃഥ്വിരാജ് കണ്ടത്? നമുക്ക് ഡീകോഡ് ചെയ്ത് നോക്കാം. ഫ്രെയിം 1, നോർത്തേൺ ഇറാഖ്, ദ ഗോസ്റ്റ് ടൗൺ എന്നറിയപ്പെടുന്ന വാർ ബാറ്റിൽ ഗ്രൗണ്ട് കാണിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. ഇറാഖ് കഥയുടെ ഭാഗമാണെന്ന് മനസ്സിലായി. കൗണ്ട് ഡൗൺ പോസ്റ്റർ കാണിച്ച അതേ സ്ഥലം. യുദ്ധത്തിൽ ബോംബ് ബ്ലാസ്റ്റ് കടന്ന് ഇരുമ്പും സ്റ്റീലുകളും എല്ലാം പുറത്ത് കാണുന്ന ബിൽഡിങ്സ്. ഒരു ചർച്ചായിട്ടാണ് തോന്നുന്നത്. ഡെത്ത് ടു ദ ഡെവിൾ എന്ന് എഴുതിയിട്ടുണ്ട്. അറബിക് ലാംഗ്വേജിലാണ് മുകളിൽ എഴുതിയേക്കുന്നത്. താഴത്തെ ഒരു ക്രോസിങ്സും കാണാം. അതെ, ഒരു ചർച്ച് തന്നെ. അടുത്ത ഫ്രെയിം എന്താണെന്ന് വെച്ചാൽ ജിതിൻ രാംദാസിന്റെ ഓഫീസ്. കൂടെ അണികളാരുമില്ലാതെ അച്ഛൻ PK രാംദാസിനെ നോക്കി നിൽക്കുന്ന ജിതിൻ രാംദാസ്, പ്രിയദർശിനി രാംദാസും. ഇവിടെ PK രാംദാസിന്റെ ഈ പ്രതിമ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ പുള്ളി മരിച്ചിട്ട് വർഷങ്ങളായി. പുള്ളിയോടുള്ള ആദരവും റെസ്പെക്റ്റും എല്ലാം പോയി കഴിഞ്ഞു. അതിന് ഉദാഹരണമാണ് കാക്ക ഇങ്ങനെ കാഷ്ടിച്ച് വെച്ചേക്കണതും സൈഡിലെ ഒരു ബിയർ കുപ്പിയെല്ലാം. ദാറ്റ് മീൻസ് ജിതിൻ രാംദാസ് ആ പാർട്ടിയിൽ പൊട്ടിക്കഴിഞ്ഞു. ഇതിൽ നിന്ന് എനിക്കൊരു കാര്യം കൂടി മനസ്സിലായി, ലൂസിഫറിന്റെ ഒരു പ്രീക്വൽ അല്ല എമ്പുരാൻ. സ്റ്റീഫന്റെ നാട്ടിലെ ആ അംബാസഡർ പൊടി പിടിച്ച് കിടക്കുന്നു, സ്റ്റീഫൻ നാട്ടിലില്ല. സോ ഒരു കാര്യം മനസ്സിലായി, ഇതൊരു ഇൻഡിപെൻഡന്റ് മൂവിയാണ്, എന്നാൽ ലൂസിഫറിന്റെ ടൈം പീരീഡിന് ശേഷം നടന്നേക്കുന്ന സിനിമയാണ്, അതായത് ഒരു സീക്വൽ പോലെ. സോ നാട്ടിലെല്ലാവരും എസ്തപ്പാനെയും കാത്തിരിക്കുകയാണ്. നെക്സ്റ്റ് ഫ്രെയിമിൽ ഇറാഖ് വാർ. ഒരു സ്ത്രീ ആരെയോ എടുത്ത് തോളത്തിട്ടിരിക്കുന്നു. പിന്നെ ഫ്രണ്ടിലെ വാതിൽ മൊത്തം ബുള്ളറ്റ് തറച്ചിട്ടുണ്ട്. പുറത്തുനിന്ന് വാംലൈറ്റ് അടിച്ച് കയറുന്നുണ്ട്. അപ്പോൾ ഇതൊരു വാർ സീക്വൻസ് ആണെന്ന് മനസ്സിലായി. ആരെയോ നിന്ന് രക്ഷിക്കാൻ നോക്കുന്നു. ഓരോ ഫ്രെയിംസും ഇൻട്രസ്റ്റിംഗ് അല്ലേ? നെക്സ്റ്റ് ഷോട്ട് നോർത്തേൺ മെക്സിക്കോയിലെ ഗിൽമൻ ടണലാണ്. സിനിമയുടെ 70% ഇന്റർനാഷണൽ ഷോട്ട്സ് ആട്ടോ. ബാക്കിയുള്ള 30% മാത്രമേ നാട്ടിലുള്ള ചിത്രീകരണം ഉണ്ടായിട്ടുള്ളൂ. അടുത്ത ഫ്രെയിമിൽ വാർ ഏരിയയിലേക്ക് കുറെ കാർ വരുന്നതായി കാണാം. അവരെ ആരോ എയിം ചെയ്യുന്നുണ്ട്. ഒരു കൺട്രോൾ റൂമാണ് അടുത്ത ഫ്രെയിമിൽ കാണിക്കുന്നത്. ആരൊക്കെയോ സ്ക്രീനിൽ നോക്കി നിൽക്കുന്നു. സ്ക്രീനിലുള്ള ഒരു എയർക്രാഫ്റ്റിന്റെ ഫുട്ടേജാണ്. ചർച്ചിലേക്ക് ആരൊക്കെയോ കയറി പോകുന്നതും കാണാം. മേക്കിംഗ് ക്വാളിറ്റിയിൽ ഒരു കുറവും വരുത്തിയിട്ടില്ല കേട്ടോ. അടുത്ത ഫ്രെയിമിൽ ഒരു ചർച്ചിന്റെ കുരിശ് തകർന്നു വീഴുന്നതായി കാണാം. അത് ആരോ തകർത്തി വീഴ്ത്തുന്നതാണ്. കാരണം ആ ക്രോസിങ്സിന്റെ ഓരോ സൈഡിലും ബ്ലാസ്റ്റായി പൊട്ടി സ്റ്റീൽ പുറത്തേക്ക് കാണാം. ഇതിനിടയിൽ ദ നറേറ്റർ ഗോവർദ്ധനെ വീണ്ടും കാണിക്കുന്നു. അടുത്ത ഷോട്ടാണ് മോനെ ദ ലൂസിഫർ ഷോട്ട്. മോഹൻലാൽ ഇൻ ആൻഡ് ആസ് എമ്പുരാൻ. ഓ രോമാഞ്ചം. അടുത്തത് ഒരു ഡ്രീം സീക്വൻസ് ആണ്. കുതിരയ്ക്ക് തീ പിടിച്ച് കുതിര ഓടുന്നതായി കാണാം. മേ ബി ഒരു പാസ്റ്റ് സീക്വൻസ് ആയിരിക്കാം, കാരണം ഇതിന് സൈഡിലൂടെ ഒരു ഓൾഡ് ചർച്ച് പോലെയൊക്കെ കാണിക്കുന്നുണ്ട്. സോ മേ ബി എസ്തപ്പാൻ ഓർക്കുന്നതായിരിക്കാം, പഴയകാല സീൻസ് എല്ലാം ഓർക്കുന്നതായിരിക്കും. അതിൻ്റെ ചില ഗ്ലിച്ചസും കാണിക്കുന്നുണ്ട്. ഒരു കുട്ടിയുടെ കൈ പിടിച്ചിരിക്കുന്ന എസ്തപ്പാൻ. നെക്സ്റ്റ് വീണ്ടും പ്രസന്റ് ഷോട്ടിലേക്ക്. അതെ, ആ സിറ്റി തന്നെ, ഗോ സിറ്റി, അവിടുത്തെ വാർ ഫ്രണ്ട്. ആ സിറ്റി ഫുള്ള് തകർന്നിരിക്കുന്നു. അവിടെ ഒരു കാർ പോകുന്ന വഴിയിലൂടെ ആ ഒരു സ്തൂപം കാണാം. ആ സ്തൂപം ദ ഒബ്ലിസിക്. കൗണ്ട് ഡൗൺ പോസ്റ്റർ കാണിച്ച അതേ ഒബ്ലിസിക്. അതിൻ്റെ മുന്നിൽ ഒരു ജീവാഗണം. ഈ ഒബ്ലിസിക്കിനൊരു കഥയുണ്ട്. ഏകദേശം 3000 വർഷം മുമ്പ് പണിതാണ് ഈ സ്തൂപം. ലോകത്തിൻ്റെ പല ഭാഗത്തും ഈ സ്തൂപം കാണാം. മെയിനായിട്ട് ഈജിപ്റ്റ്, ഇറാഖ് എന്നീ മേഖലയാണ് ഫേമസ്. ഇതിൻ്റെ ഹിസ്റ്ററി എന്താണെന്ന് വെച്ചാൽ, ഭൂമിക്ക് അകത്തുനിന്നും പുറത്തുനിന്നുള്ള ശക്തികളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി പണ്ട് കാലത്ത് പണിതാണ് ഈ ഒബ്ലിസിക്.
ഓൾഡ് തിയറി പ്രകാരം ഏലിയൻസും മറ്റുമായി കണക്ട് ചെയ്തിരുന്നത് ഇതുപോലെ ഒബ്ലിസിക് വഴിയാണെന്ന് പറയപ്പെടുന്നു. ഒരു കാര്യം കൂടി മനസ്സിലായി, ഈ സ്റ്റോറിക്ക് ഒരു മിത്തോളജിയും കൂടി ഇതിന്. നെക്സ്റ്റ് ഫ്രെയിം ചർച്ചിന്റെ ഉൾഭാഗം. അവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഖുറേഷി, എബ്രഹാം ഖുറേഷി. സൈന്യം പള്ളിയിലേക്ക് വരുന്നതും പുള്ളിയെ പിടിക്കാൻ വേണ്ടിയാണ്. മേ ബി അതിൻ്റെ സീനായിരിക്കും നമ്മൾ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്നത്. ഒരു വാർ ഫ്രണ്ടിൽ നിന്നും രണ്ടുപേർ നോക്കിക്കൊണ്ടിരിക്കുന്നതും അദ്ദേഹത്തിനെ പിടിക്കാൻ വേണ്ടി കുറച്ച് പേര് അകത്തോട്ട് കയറുന്നതും ഇതെല്ലാം അതിൻ്റെ ഒരു സീക്വൻസ് ആണ്. സോ ഇവിടെ എബ്രഹാം ഖുറേഷി ഗവൺമെൻറ് സൈന്യത്തിന് ഓപ്പോസിറ്റാണ് നിൽക്കുന്നത്. എബ്രഹാം ഖുറേഷി ഫൈറ്റ് ചെയ്യുകയാണ്. അടുത്ത ഫ്രെയിം എൻ്റെ ഫേവറേറ്റ് ഫ്രെയിമാണ്. മുണ്ടെടുത്ത് പ്രിയദർശിനി നോക്കി നിന്നിരുന്ന അതേ കത്തുന്ന മരത്തിനോട് ചേർന്ന് ഖുറേഷി എബ്രഹാം തൻ്റെ സൈന്യവുമായി വന്നിരിക്കുകയാണ് എസ്തപ്പാനായി. അടുത്ത സീനിൽ ഒരു ചർച്ച് കത്തി നശിക്കുമ്പോൾ ഒരു പയ്യൻ്റെ കൈകളിൽ ഒരു കുട്ടിയെ എടുത്തുകൊണ്ട് നിൽക്കുന്നു. അതും ചർച്ചിനെ ഫേസ് ചെയ്ത് നോക്കിക്കൊണ്ട് നിൽക്കുന്നു. നേരത്തെ ആ കുതിര ഓടിയിരുന്ന അതേ ഫ്രെയിം തന്നെയല്ലേ ഇത്? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അപ്പോൾ ഇതും ആ ഫ്ലാഷ് ബാക്കിൻ്റെ ഒരു സ്റ്റോറി ആവാം. ലൂസിഫറിൽ സ്റ്റീഫൻ നെടുമ്പള്ളി വളർന്നത് ഒരു ചർച്ചിലാണെന്ന് പറയുന്നുണ്ട്. ആ ചർച്ച് കാണിക്കുന്നുമുണ്ട് ഒരു പഴയ കത്തിക്കരിനെ നശിക്കാറായ ചർച്ചാണ് കാണിക്കുന്നത്. ആ ചർച്ച എങ്ങനെ കത്തി നശിച്ചു എന്നുള്ളതാണ് ഈ ഫ്രെയിം സൂചിപ്പിക്കുന്നത്. അനാഥനായ സ്റ്റീഫൻ ഒരു പിടി അനാഥ കുട്ടികൾക്കൊപ്പം വളർന്ന് ആ ചർച്ചിലാണ്. ആ ചർച്ചാണെന്ന് കത്തി നശിച്ചിരിക്കുന്നത്. അതിൽ നിന്ന് രക്ഷപ്പെട്ടത് സ്റ്റീഫനും കയ്യിലെ ആ കുട്ടിയുമാണ്. മേ ബി ആ കയ്യിലുള്ള കുട്ടിയായിരിക്കാം സെയ്ദ് മസൂദ്. എനിക്കിങ്ങനെ തോന്നാനൊരു കാരണം കൂടിയുണ്ട്. പൃഥ്വി ഒരിക്കൽ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവയ്ക്കുകയുണ്ടായി, ദൈവത്താൽ ഉപേക്ഷിക്കപ്പെട്ടു, ചെകുത്താനാൽ വളർത്തക്കപ്പെട്ടു, ഫോർസേക്കൺ ബൈ ഗോഡ് ആൻഡ് ന്യൂട്ടഡ് ബൈ ദ ഡെവിൾ, എംബറേഴ്സ് ജനറൽ സെയ്ദ് മസൂദ്. മേ ബി ചർച്ച് കത്തി നശിച്ചപ്പോൾ ദൈവം കൈവിട്ടുവെന്നും സ്റ്റീഫൻ എടുത്ത് വളർത്തി. അപ്പോൾ സ്റ്റീഫൻ ആരാണ്? ഡെവിൾ, ചെകുത്താൻ. ഇതൊരു മിസ്റ്റീരിയസ് ഫ്രെയിമാണ്. ദൈവത്തിൻ്റെ കൂടെ വളർന്ന പുത്രൻ ദൈവം ഉപേക്ഷിക്കപ്പെട്ടപ്പോൾ ചെകുത്താൻ എടുത്ത് വളർത്തിയിരിക്കുന്നു. അവനിന്ന് സെയ്ദ് മസൂദായിരിക്കുന്നു. അങ്ങനെ അവൻ എമ്പുരാൻ്റെ ജനറലായി. ചർച്ചിൽ വെച്ച് ഖുറേഷി എബ്രഹാമിനെ സൈന്യം വളയുമ്പോൾ അവിടെ ചാടി വീഴുന്നുണ്ട് സെയ്ദ് മസൂദ്. ഇതെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ എമ്പുരാനിൽ പറയാൻ പോകുന്നത് ഒരു ഡെവിൾ സ്റ്റോറിയാണ്. എസ്തപ്പാനായിരുന്ന സ്റ്റീഫൻ നെടുമ്പള്ളി എങ്ങനെ ഖുറേഷി എബ്രഹാമായി, അണ്ടർവേൾഡ് ഡെവിൾ ഡോണായി. ഒരു ഫിക്ഷൻ മൂവി ആണെങ്കിൽ കൂടെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ റിലീസായ ഇപ്പോൾ പോയി കാണാമെന്നൊരു മൈൻഡ് നിങ്ങൾക്ക് തോന്നില്ലേ? അതാണ് പൃഥ്വിരാജിൻ്റെ കഴിവ്. ദ മാൻ ബിഹൈൻഡ് ദി സ്റ്റോറി മുരളി ഗോപി, അദ്ദേഹത്തിൻ്റെയും കഴിവ്. ആൻഡ് ദ ടെറിഫിക് കംബാക്ക് ഓഫ് ദ കംപ്ലീറ്റ് ആക്ടർ ഇൻ അനദർ ഡയമെൻഷൻ. ഇല്ലൂമിനാറ്റിയും ബ്ലാക്ക് മാജിക്കും ജ്യൂസ് പെൻഡഗ്രമും റവല്യൂഷനും പൊളിറ്റിക്സും മിത്തോളജി മിസ്റ്ററിയും എല്ലാം കൂടി ചേർന്ന് കലങ്ങിയ ഒരു സംഭവം. എമ്പുരാൻ.